ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണത് പോലെയുള്ള ചിക്കൻ റോസ്റ്റ് അല്ല, ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, പൊറോട്ടയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന്. ഇനി വേണ്ടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ തൈര്, നല്ല കട്ടി തൈരാണ്, വെള്ളം അധികം ഇല്ലാത്ത കട്ടി തൈരാണ്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏത് വലുപ്പത്തിൽ വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇനിയും മുളക് പൊടി എല്ലാം ഇതിലേക്ക് ഇനിയും വീണ്ടും ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ കുറച്ച് ചേർത്തത്. മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്നത് പോലെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് 5-6 ഇല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, പക്ഷേ ഇട്ടിരുന്നാൽ നല്ല ടേസ്റ്റാണ്. ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വറുത്തെടുക്കണം. പക്ഷേ കരിഞ്ഞു പോകാനും പാടില്ല. ഇങ്ങനൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഇതവിടെ മാറ്റി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊന്നും കഴിക്കത്തക്ക രീതിയിൽ ഫ്രൈ ആയി വരണം നിർബന്ധമില്ല. ജസ്റ്റ് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചും ഒന്ന് ഇട്ടെടുത്താൽ മതി, ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മളിനി ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വേവിക്കും, അതുകൊണ്ട് ഈ സമയത്ത് നന്നായിട്ട് വേവിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഒന്ന് കളറൊക്കെ മാറി വരുന്ന വരെ ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ബാച്ചുകളായിട്ടോ 3 ബാച്ചുകളായിട്ടോ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ തേങ്ങ വറുത്തത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണം എന്നില്ല, ഒരു തരിതരിപ്പായ രീതിയിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് പോലെ പൊടിച്ച് വന്നാൽ മതി. 1 കപ്പ് തേങ്ങ വറുത്ത് പൊടിക്കുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. സ്ലൈസ് ചെയ്തതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, എന്നാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുന്നത് കാണിക്കുന്നില്ല. അതുപോലെ അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട് ചതച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുക, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളി വഴറ്റുമ്പോഴും കൂടി ഉപ്പിട്ടാൽ ഏകദേശം ഉപ്പ് കറക്റ്റായിരിക്കും. പിന്നെ കുറവുണ്ട് എങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം.
കുറച്ചധികം സമയം തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് തക്കാളി കുടഞ്ഞ് വരുന്നവരെ വെക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ഏകദേശം 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എപ്പോഴും ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചെയ്യുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് മസാലയൊക്കെ മിക്സായി ഒരു തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഗ്രേവിയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ ഉപ്പ് കുറവുണ്ടാവില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തത് പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ശരിക്കും ആകെ ടേസ്റ്റ് മാറി മറിയുന്നൊരു സംഭവം ഇതാണ്. അതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഉടനെ മിക്സ് ചെയ്യണ്ട, അതിൻ്റെ മുകളിലവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് സമയം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് അങ്ങനെ വേവിക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ സമയത്ത് മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്യണത്. തേങ്ങ വറുത്ത് പൊടിച്ചതെല്ലാം ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ ഉള്ളി വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും, കാരണം ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.